നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും ചില വ്യക്തികളോട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് വളരെയധികം പൊരുതി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങൾക്കെതിരെ നിന്ന് ചില വ്യക്തികൾ പ്രവർത്തിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നന്നാവുന്നത് കാണുന്നതിനുള്ള ഒരു അസൂയ മൂലം നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട്, നിങ്ങളെ മാനസികമായിട്ട് തകർക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരുടെ പ്രവർത്തികൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനായിട്ട് നിങ്ങളിൽ പലരും ഇപ്പോൾ വളരെയധികം പോരാടുന്നുണ്ടായിരിക്കാം. അപ്പോഴിവിടെ മുമ്പ് ഏതൊരു കാര്യത്തിനും വളരെയധികം കരഞ്ഞ് തളർന്നിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നാലിപ്പോൾ അതിൽ നിന്നൊക്കെ വലിയൊരു മാറ്റം പലർക്കും വന്ന് ചേർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് മുമ്പ് ആര് നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രതികൂല സാഹചര്യം വന്നു ചേർന്നാലും അവിടെ നിങ്ങൾ മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും വളരെയധികം തളർന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. അവിടെ പ്രതികരിക്കാനോ മറ്റുള്ളവരുടെ ആശ്വാസ വാക്കുകൾ കേൾക്കാനോ നിങ്ങൾ താല്പര്യം കാണിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളിൽ കരഞ്ഞ് തളർന്നിരിക്കാനായിട്ടായിരുന്നു പലപ്പോഴും ശ്രമിച്ചിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇനി അങ്ങനെ ഇരുന്നാൽ പോരാ, എന്തിനേയും നേരിടണം എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിലിപ്പോൾ വന്ന് തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തിനേയും ഞാൻ നേരിടും എന്നുള്ള ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങളിലിപ്പോൾ പലരിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഭയത്തെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് പുറത്തേക്ക് വരാനായിട്ട് പലരും തീരുമാനിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ആവശ്യങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. പലപ്പോഴും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും മറന്നു പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്ത് കൊടുക്കുന്നത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും പ്രാധാന്യം നൽകണം എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ വളരെ കാലമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഏതോ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിങ്ങൾ വളരെയധികം ആശ്വാസം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും ആരോഗ്യപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ കാലമായിട്ട് അനുഭവിച്ചു പോരുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്കൊരു മുക്തി ലഭിക്കുന്നതാവാം. അതുപോലെ മറ്റു പലർക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പ്രശ്നം അവസാനിക്കുന്നതാവാം. എന്തായാലും നിങ്ങൾ വളരെ കാലമായിട്ട് നേരിട്ടിരുന്ന വലിയൊരു ബുദ്ധിമുട്ട് മാറിയതിന് ശേഷമുള്ള സന്തോഷത്തിലും സമാധാനത്തിലും പലരും ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിച്ച് ആശങ്കപ്പെടുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കത് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുമോ എന്ന് നിങ്ങൾ അമിതമായിട്ട് ചിന്തിച്ച് ആശങ്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതിനെക്കുറിച്ച് അമിതമായിട്ട് നിങ്ങൾ ചിന്തിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഒരു തടസ്സവും കൂടാതെ നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളിൽ പല ആളുകളും മുമ്പുള്ളതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഏതൊരു കാര്യത്തിലും വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും തീരുമാനങ്ങളും എടുക്കാനായിട്ട് നിങ്ങൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും ഏതൊരു സാഹചര്യത്തെയും നേരിടാനുള്ള ആ ഒരു ധൈര്യം, ആത്മവിശ്വാസം ഇവയൊക്കെ ഇപ്പോൾ നിങ്ങളിൽ വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളിൽ പലർക്കും
ഇപ്പോൾ കുറച്ചൊരു വിശ്രമം ആവശ്യമാണെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിൽ ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും നിങ്ങളിപ്പോൾ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിൽ പല ആളുകൾക്കും ഒരു വിശ്രമം ആവശ്യമാണെന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. അതായത് നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുന്ന ഇടങ്ങളിൽ സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ വളരെ ബുദ്ധിപൂർവം പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിനും പറയുന്നതിനും മുൻപായിട്ട് അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും ആ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശ്രമം ഉടനെ തന്നെ ഫലം കാണും എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബിസിനസ്, വിവാഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാനായിട്ട് വളരെയധികം ശ്രമങ്ങൾ നിങ്ങളിൽ പലരും ഇപ്പോൾ നടത്തുന്നുണ്ടാവാം. എന്നാൽ അത്തരം ശ്രമങ്ങൾ നടത്തുമ്പോഴും കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു തലത്തിലേക്ക് വന്ന് ചേരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ പലരിലും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് വരുന്നില്ല എന്ന് ചിന്തിച്ച് പലരും നിരാശപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ വിജയം നിങ്ങളുടെ തൊട്ടടുത്ത് എത്തി എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതിനാൽ തന്നെ നിരാശപ്പെടാതെ നിങ്ങളുടെ ശ്രമങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഈ ഒരു സമയം വളരെയധികം പ്രാധാന്യം കൊടുത്തു തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.